2026 ഏപ്രിൽ 9 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. 2026 ഏപ്രിലിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി സർക്കാരുകളിൽ അംഗവുമായിരുന്ന വ്യക്തി മൊഹ്സീന കിദ്വായി. ഉത്തർപ്രദേശ് സ്വദേശിനിയായ മൊഹ്സീന കിദ്വായിയാണ് 2026 ഏപ്രിലിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി സർക്കാരുകളിൽ അംഗവുമായിരുന്ന വ്യക്തി. മൊഹ്സീന കിദ്വായിയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നതാണ് മൊഹ്സീന കിദ്വായിയുടെ ആത്മകഥ. 2026 ഏപ്രിലിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി സർക്കാരുകളിൽ അംഗവുമായിരുന്ന വ്യക്തിയാണ് മൊഹ്സീന കിദ്വായി. അതുപോലെ മൊഹ്സീന കിദ്വായിയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത്. 2026 ഏപ്രിലിൽ കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സ്വർണ്ണ ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. കേരളമാണ് 2026 ഏപ്രിലിൽ കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സ്വർണ്ണ ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഇതിലെ രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാടും മൂന്നാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയുമാണ്. അതുപോലെ രാജ്യത്തെ ആകെ സ്വർണ്ണ ഉപയോഗത്തിൻ്റെ 30% കേരളത്തിലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ 2026 ഏപ്രിലിൽ കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സ്വർണ്ണ ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാത്ത പോഡ് ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് ബാന്ദ്ര കുർള കോംപ്ലക്സ്. മഹാരാഷ്ട്ര മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാത്ത പോഡ് ടാക്സി സംവിധാനം നിലവിൽ വരുന്നത്. നിർമ്മിത ബുദ്ധി രംഗത്ത് ഗൂഗിളിനെയും ഓപ്പൺ എഐയെയും നേരിടാനായി മെറ്റ പുറത്തിറക്കിയ ഏറ്റവും പുതിയ AI മോഡൽ മ്യൂസ് സ്പാർക്ക്. മ്യൂസ് സ്പാർക്ക് എന്നതാണ് നിർമ്മിത ബുദ്ധി രംഗത്ത് ഗൂഗിളിനെയും ഓപ്പൺ എഐയെയും നേരിടാനായി മെറ്റ പുറത്തിറക്കിയ ഏറ്റവും പുതിയ AI മോഡൽ. ദേശീയപാതകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിൽ ഔഷധവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭം ആരോഗ്യ വൻ എന്നതാണ് ദേശീയപാതകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിൽ ഔഷധവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭം. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയപാതകളിലെ ജൈവ വൈവിധ്യത്തെ സമ്പന്നമാക്കാനും അതുവഴി ആവാസ വ്യവസ്ഥയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക എന്നതും ആണ്. അപ്പോൾ ഓർമ്മിക്കുക, ദേശീയപാതകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിൽ ഔഷധവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭം ആണ് ആരോഗ്യ വൻ എന്നത്. പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. 2026 ഏപ്രിലിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി സർക്കാരുകളിൽ അംഗവുമായിരുന്ന വ്യക്തി മൊഹ്സീന കിദ്വായി. ഉത്തർപ്രദേശ് സ്വദേശിനിയായ മൊഹ്സീന കിദ്വായിയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത്. 2026 ഏപ്രിലിൽ കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സ്വർണ്ണ ഉപയോഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം, രണ്ടാം സ്ഥാനം തമിഴ്നാടും മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാത്ത പോഡ് ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ്. നിർമ്മിത ബുദ്ധി രംഗത്ത് ഗൂഗിളിനെയും ഓപ്പൺ എഐയെയും നേരിടാനായി മെറ്റ പുറത്തിറക്കിയ ഏറ്റവും പുതിയ AI മോഡലാണ് മ്യൂസ് സ്പാർക്ക്. ദേശീയപാതകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിൽ ഔഷധവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭമാണ് ആരോഗ്യ വൻ. ഇത്രയുമാണ് 2026 ഏപ്രിൽ 9 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.